നമ്മുടെ ലോകത്തിലെ ഏറ്റവും ആഡംബരത്തിൽ ജീവിക്കുന്ന ബില്യണേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലോൺ മസ്ക്, മുകേഷ് അംബാനി ഇതൊക്കെയായിരിക്കും നിങ്ങൾ ആദ്യം പറയാൻ പോകുന്നത്. എന്നാൽ നിങ്ങൾ ഖത്തറിലെ രാജാവിനെ കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഖത്തറിലെ രാജാവിന്റെ ആഡംബര ജീവിതമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. സോ സമയം കളയാതെ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കടക്കാം. ഷെയ്ഖ് തമീം ബിൻ ഹംദ് അൽത്താനി 2013 പിതാവായ ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ മരണശേഷം ഖത്തറിന്റെ രാജാവായിക്കൊണ്ട് പ്രധാനമന്ത്രിയായിക്കൊണ്ട് ഇദ്ദേഹം അധികാരമേൽക്കുന്നത്. $2.4 ബില്യൺ അഥവാ 240 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ പേഴ്സണൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിലും എത്രയോ പണം ആസ്തിയുള്ള മറ്റു രാജാക്കന്മാർ ലോകത്തുണ്ടാകുമെന്നാണ്. എന്നാൽ ഈ പറഞ്ഞ കണക്ക് ഇദ്ദേഹത്തിന്റെ വെറും വ്യക്തിഗത ആസ്തി മാത്രമാണ്. അതേസമയം ബ്ലൂംബർഗ് പോലുള്ള ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഖത്തറിലെ രാജകുടുംബമായ അൽത്താനി ഫാമിലിയുടെ നിലവിലെ സമ്പത്ത് എന്ന് പറയുന്നത് $335 ബില്യൺ അഥവാ 33,500 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ഖത്തർ രാജകുടുംബത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും സമ്പത്തുള്ള കുടുംബങ്ങളിൽ 9ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് പോലും നമ്മൾ ഈ പറഞ്ഞ ഖത്തറിലെ രാജകുടുംബമാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ ജീവിത രീതി നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം തന്നെ വരുന്നത് ഇദ്ദേഹത്തിന്റെ യാച്ചാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു യാച്ചിന്റെ വില നോക്കുകയാണെങ്കിൽ $400 മില്യൺ ആണ് ഈ ഒരു യാച്ചിന്റെ വില എന്നത്. ദി ഖത്താറ എന്നാണ് ഇദ്ദേഹം ഈ ഒരു യാച്ചിന് പേരിട്ടിട്ടുള്ളത്. 124 മീറ്റർ നീളവും 7 നിലകളോട് കൂടിയിട്ടുള്ള ഒരു വലിയ ആഡംബരത്തിന്റെ ഒക്കെ അങ്ങേ അറ്റമുള്ള ഒരു യാച്ച് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു ഹെലിപാഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പല നിലകളിലായിട്ട് 2-3 വിനോദ ഡെക്കുകൾ ഉണ്ട്. അതുപോലെ ഒരു വലിയ ഡൈനിങ് ഏരിയ ഉണ്ട്. ഭക്ഷണത്തിനായിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്. സിനിമ കാണാനായിട്ട് ഒരു തിയേറ്ററും ഉണ്ട്. എന്നിങ്ങനെ അടങ്ങുന്ന എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു അത്ഭുതമാണ് ഈ ഒരു യാച്ച് എന്നത്. ബ്രിട്ടനിലുള്ള ലൂർസൺ എന്ന കപ്പൽ നിർമ്മാണ കമ്പനിയാണ് ഇതിന് ഇത്തരത്തിൽ തന്നെ രൂപകൽപ്പനകളെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും 2019 നടന്ന ഒരു തീപിടുത്തത്തിൽ ഇതുപോലുള്ള രാജാവിന്റെ 3 രാജകീയ യാച്ചുകൾ കത്തി നശിച്ചിരുന്നു. അടുത്തതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകളാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതും അപൂർവങ്ങളിൽ അപൂർവമായ പല കാറുകളും ഇന്ന് ഖത്തർ രാജാവിനുണ്ട്. അതിൽ തന്നെ ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 11 കോടി രൂപയോളം വില വരുന്ന ബുഗാട്ടി വെയ്റോൺ, 19 കോടി രൂപക്ക് മുകളിൽ വരുന്ന ബുഗാട്ടി ഷീറോൺ, 8 കോടി രൂപ വില വരുന്ന ലംബോർഗിനി സിയാൻ, 10 കോടി രൂപക്കടുത്ത് വില വരുന്ന ഫെരാരി മൊണാസ എന്നിങ്ങനെ അടങ്ങുന്ന 100-ലധികം വരുന്ന ആഡംബര കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇന്ന് രാജാവായ ഹംദ് ബിൻ അൽത്താനിക്കുണ്ട്. അടുത്തതായിട്ട് വരുന്നത് ഇദ്ദേഹം താമസിക്കുന്ന ഇദ്ദേഹത്തിന്റെ പാലസ് അഥവാ കൊട്ടാരമാണ്. ദോഹയിലുള്ള റോയൽ പാലസിലാണ് നിലവിൽ ഈ രാജാവും അദ്ദേഹത്തിന്റെ കുടുംബവും താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം 500-ലധികം വരുന്ന കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ ഒരു കൊട്ടാരത്തിനകത്തുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ അകത്തുള്ള കാഴ്ചകളിലേക്ക് നോക്കുകയാണെങ്കിൽ 8 വലിയ മാസ്റ്റർ ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനകത്തുള്ളത്. അത് കൂടാതെ വരുന്ന മറ്റനേകം ധാരാളം റൂമുകളും ബാത്റൂമുകളും എല്ലാം ഇതിനകത്തുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ അതിഥികൾക്കായിട്ട് ഒരു വലിയ ഗസ്റ്റ് റൂം, ഒരു വലിയ ഡൈനിങ് ഹാൾ, പ്രാർത്ഥനകളെല്ലാം നടത്താനായിട്ടുള്ള ഒരു പ്രത്യേകം ഏരിയ, ഇനി അതുകൂടാതെ സ്വിമ്മിംഗ് ചെയ്യാനായിട്ട് ഈ ഒരു കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് 2-3 സ്വിമ്മിംഗ് പൂളുകളും നമുക്ക് ഈ ഒരു കൊട്ടാരത്തിനകത്ത് കാണാവുന്നതാണ്. ഇതൊന്നും കൂടാതെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടാതെ തന്നെ ഇതിനകത്ത് സ്വർണം ഉപയോഗിച്ച് കൊത്തുപണികൾ ചെയ്ത് അലങ്കരിച്ച ധാരാളം വസ്തുക്കൾ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു കൊട്ടാരത്തിന്റെ നിലവിലെ മൂല്യം എത്രയാണെന്ന് രാജകുടുംബം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അടുത്തതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റുകളാണ്. $500 മില്യൺ മൂല്യമുള്ള 3 ബോയിങ് 747 ജെറ്റുകൾ ഇന്ന് രാജാവായ അൽത്താനിക്കുണ്ട്. ഇതിനകത്ത്
ഇതിനകത്ത് വളരെയേറെ ആഡംബരത്തോട് കൂടിയിട്ടുള്ള പല സൗകര്യങ്ങളുമുണ്ട്. ഇനി ഇത് കൂടാതെ 14 വിമാനങ്ങളും ഇന്ന് ഖത്തർ രാജകുടുംബത്തിനുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ ഖത്തർ രാജകുടുംബത്തിന് മാത്രമായിട്ട് ഒരു പ്രത്യേക പ്രൈവറ്റ് വിമാന കമ്പനിയുമുണ്ട്. അതിൽ തന്നെ $100 മില്യൺ മുതൽ $700 മില്യൺ മൂല്യമുള്ള പല വിമാനങ്ങളും ജെറ്റുകളും എല്ലാം ഇന്ന് ഖത്തർ കുടുംബത്തിനായിട്ട് മാത്രമുള്ളതാണ്. ഇനി അടുത്തതായിട്ട് രാജാവ് ഇത്തരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്കായിട്ട് കലയോടുള്ള താല്പര്യത്തിനാണ്. പോൾ സെസന്റെ ദി കാർഡ് പ്ലെയിൻ എന്ന ചിത്രം ഇദ്ദേഹം വാങ്ങിയത് $250 മില്യൺ. അതുപോലെ മാർക്ക് റത്തോക്കോയുടെ മറ്റൊരു ചിത്രം $72 മില്യൺ പണത്തിനും, അതും കൂടാതെ ആൻഡി വാർഹോളിന്റെ മറ്റൊരു ചിത്രം ഇദ്ദേഹം വാങ്ങിയത് $63 മില്യൺ. ഇത്രയേറെ മില്യൺ കണക്കിന് പണമാണ് രാജാവും തന്റെ കുടുംബവും ഇത്തരം കലകൾക്കായിട്ട് ആർട്ടുകൾക്കായിട്ട് പണം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, എവിടെ നിന്നാണ് ഈ ഒരു രാജാവിന് വരുമാനം ലഭിക്കുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച്. അതിലേക്കൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഖത്തറിലും ഖത്തറിന് പുറത്തുമായിട്ട് ലോകത്തിന്റെ പല രാജ്യങ്ങളിലായിട്ട് ധാരാളം സ്വത്ത് വകകളുണ്ട്. ഖത്തറിന്റെ സോവറിൻ വെൽത്ത് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് കമ്പനിയിൽ ഇദ്ദേഹത്തിന് $2 ബില്യൺ നിക്ഷേപമുണ്ട്. അതുകൂടാതെ ബാർക്ലോസ്, വോക്സ്വാഗൺ, ഹിത്തോറോ എയർപോർട്ട് എന്നിങ്ങനെ അടങ്ങുന്ന പ്രമുഖ കമ്പനികളിൽ ഇദ്ദേഹത്തിന് ധാരാളം ഓഹരികളുണ്ട്. അതുകൂടാതെ ലണ്ടനിലെ ഹരോഡ്സ് അപ്പാർട്ട്മെന്റ് പോലുള്ള ധാരാളം കൊട്ടാരങ്ങൾ ഇന്ന് ഇദ്ദേഹത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ആയിട്ടും മറ്റു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും ഒക്കെ ആയിട്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ പണം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബം ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ 3 ഭാര്യമാർ ഇദ്ദേഹത്തിനുണ്ട്. ഇവരിൽ നിന്നായിട്ട് 13 കുട്ടികളും ഈ പറഞ്ഞ രാജാവിനുണ്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ രാജാവും അദ്ദേഹത്തിന്റെ ഭാര്യമാരും കുടുംബവും എല്ലാം താമസിക്കുന്നതും നമ്മൾ ഈ പറഞ്ഞ ദോഹയിലുള്ള കൊട്ടാരത്തിൽ തന്നെയാണ്. ഇന്ന് ഇദ്ദേഹത്തെ നമുക്ക് ലോകത്തിലെ സമ്പന്നരായിട്ടുള്ള രാജാക്കന്മാരുടെ പട്ടികയിൽ 8ാമത്തെ സ്ഥാനത്ത് നമുക്ക് ഇദ്ദേഹത്തെ കാണാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന ഖത്തറിന്റെ വളർച്ചയിൽ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള പങ്ക് വളരെയേറെ വലുത് തന്നെയാണ്. അതുകൂടാതെ ഇന്ന് ലോകത്ത് അതിവേഗം വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഖത്തർ എന്നത്. ഈ അടുത്ത 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ സന്ദർശിക്കാനായിട്ട് എത്തിയപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രാജാവ് അദ്ദേഹത്തിന് സമ്മാനമായിട്ട് നൽകിയത് $400 മില്യൺ വിലമതിക്കുന്ന വളരെയേറെ ആഡംബരങ്ങൾ നിറഞ്ഞ 747 എന്ന ജംബോ ജെറ്റാണ്. അത്രയേറെ പണമാണ് ഓരോ ദിവസവും ഖത്തർ എന്ന നാട്ടിലെ രാജകുടുംബം ഇങ്ങനെ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ ഖത്തറിലെ രാജാവിന്റെ ജീവിത കഥയെക്കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.